ഹായ്. അപ്പോൾ ഇന്ന് നിതീഷേട്ടൻ്റെ വീട്ടിൽ കൂടിയല്ലാന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ രാവിലെ പോയിട്ടെല്ലാം വൈകിട്ടെല്ലാം അതിനെ വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോൾ ഇന്ന് പാലുകാച്ചൽ രാവിലെ തന്നെ വിജോട്ടം പോയി ഇന്ന് വീഡിയോ എല്ലാം എടുത്തിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് പോണത്ര. പാലുകാച്ചൽ കഴിഞ്ഞു. പാലുകാച്ചൽ ഗണപതി ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞു. പാലുകാച്ചൽ അങ്ങനെ പാലുകാച്ചി എല്ലാവർക്കും കൊടുത്ത് ആശരിയല്ലോ ആശരിയും മണിയാണി രണ്ടാളും ഉണ്ടാവും. അപ്പോൾ ഇവർ രണ്ടാളും എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ അവർക്ക് ഗൃഹനാഥൻ അതിൻ്റെ ഒരു ഇത് സ്നേഹം ദക്ഷിണ അങ്ങനെ ഒന്ന് കൊടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകും കേട്ടോ. ഞാൻ എടുത്തു വെച്ച വീഡിയോ ഇങ്ങനെ പോകും. ഞാൻ വീടുന്ന പറയുന്നെങ്കിലും വീഡിയോ ബാക്ക് പോകും. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വരുന്ന വഴിക്കണ്ടല്ലോ ഫുഡാക്കുന്ന അവിടെ കരിഞ്ഞാലും. അതായത് നമ്മൾ ഇന്നലെ രാത്രി ഫുൾ പണീൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ലേറ്റ് ആയിരുന്നു. ഞാൻ അക്ഷയം വരുമ്പോൾ തന്നെ ഉള്ളിയെല്ലാം മുറിച്ചിട്ട് അച്ഛൻ എത്ര മണിയാണ് എത്തും നമ്മൾ? അതെ 1 മണി ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം 10:30 ആയി. 10:11 ആയി. ഇപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകും. ഞാനെല്ലാം എടുക്കുന്നത് പോയി ഒന്നേ അങ്ങോട്ട് പോയില്ലല്ലോ, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടോ. അങ്ങനെ ഫുഡെല്ലാം അവിടെ ആക്കുന്നുണ്ട്. ചിക്കനെല്ലാം ഏകദേശം മറ്റേ മസാല ഇടുന്നെല്ലാം കണ്ടു. ചിക്കൻ്റെ കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ കുടിയലിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ കുടിയലിൻ്റെ വീട്ടിലെടുക്കുക ഉണ്ടാവും. എന്നാ ചെയ്യുമ്പോൾ അല്ല കുടിയലിൻ്റെ വീട്ടിൽ അങ്ങനെയല്ലേ ചിക്കൻ പാർട്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സാധാരണ ആടെ പാടുണ്ടെങ്കിൽ അവരെന്നെ ആക്കിയിട്ട് രാവിലെ ഉപ്മാവിനൊക്കെല്ലാം ആക്കും കുടിയലിൻ്റെ വീട്ടിൽ. അപ്പോൾ അത് ആക്കാൻ സമയമില്ലാന്ന് പറഞ്ഞ നിതീഷ് എന്താക്കി സ്പ്ലിറ്റ് കൊടുത്ത്. അപ്പോൾ അത് തിന്നാനാണ് ഞാൻ രാവിലെ വന്നത്. അത് കൊണ്ടുവന്ന് അതാക്കി കവി അപ്പോൾ തന്നെ ഞാൻ കരുതുന്ന അറിയാം ഫ്രിഡ്ജിലങ്ങനെ വെച്ച് ചിലപ്പോൾ വൈകിട്ട് അങ്ങനെ ആക്കുന്നു. പക്ഷെ രാത്രി തന്നെ കവി വന്നിട്ട് വൃത്തിയാക്കിയിട്ട് രാവിലെ തന്നെ വെച്ച് വീട്ടിൽ നിന്ന് ചിക്കൻ പാർട്സ് ചെയ്യുന്നുണ്ടാ. നമ്മൾ ഇടുന്നല്ലോ നമ്മളെ നാട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം കുടിയലുണ്ടായിട്ടില്ലേ അച്ഛേ, നമ്മളെ ഓമനേശ്വരിയുടെ കുടിയലുണ്ടായെന്ന് നമ്മളെ അപ്പച്ചി ഷാജിയേട്ടെ ഒരു ചിക്കൻ ഇതാക്കിയിരുന്നു. കുറച്ച് എരിവെല്ലാക്കിയിട്ട് എന്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഷാജേട്ടൻ്റെ ചിക്കൻ. ഞാൻ കവിയോട് പറയുന്നു. അപ്പോൾ കവി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ഞാൻ അതുപോലെ അല്ല ആക്കിന്, ഇത് കുറച്ച് എരിവും കുറച്ചിട്ടാണ്. ബാക്കി കൂടി പറയും എൻ്റെ അടുത്ത് പറഞ്ഞു പറ. അല്ല സാധാരണ നല്ല മുളക് പൊടിയല്ല കുരുമുളക് പൊടിയല്ല ഇട്ട് നല്ല എരിവായിട്ട് നല്ല കട്ടിക്ക് ഉപ്പും മുളക് ഇട്ടിട്ട് ആക്കും. ഞാൻ കുരുമുളകെല്ലാം ഇട്ടിന്, പക്ഷെ കുറച്ച് എരിവ് ഞാൻ കുറച്ചിട്ടുണ്ട്. വെച്ചാൽ അധികം എരിവ് കൂട്ടുന്നത് അത്ര നല്ലതല്ല. പക്ഷെ എനിക്ക് സ്പൈസസ് ആണ് ഇഷ്ടം. അപ്പോൾ കാലിയായി കേട്ടോ. അതാ ഇതേ ഉള്ളു ബാക്കി. ചിക്കൻ പാർട്സ് ഇഷ്ടമുള്ളവരൊന്ന് പറയണേ. അതെ ചിക്കൻ പാർട്സ് ചില സ്ഥലത്ത് നമ്മളിവിടെ നിങ്ങളങ്ങ് വില കൊടുത്തിട്ട് മേടിക്കല്ലേ? വില കൊടുത്ത് മേടിക്കും ചിക്കൻ പാർട്സും മട്ടൺ പാർട്സും എല്ലാം. നമ്മളിവിടെ അങ്ങനെയില്ല. നമ്മളിവിടെ അധികം വന്നാൽ അങ്ങനെ കൊറിയയിലുണ്ടെങ്കിൽ അങ്ങനെ കുറേ അപ്പുറപ്പുറമായിട്ട് അങ്ങനെ ഇതാവുക. അതെ. അപ്പോൾ ഇതിന് ചിക്കൻ്റെ പാർട്സ് മാത്രമല്ല അതിൻ്റെ കാല് ഇതെല്ലാം ഉണ്ടാവും, കഴുത്ത് എല്ലാം നമ്മൾ വില കൊടുത്ത് വാങ്ങല അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളത് ആ ഋത്തിക്കല സ്കൂൾ കുട്ടീൻ്റെ ആ സന്തോഷത്തിൽ തിമിർക്കുമെന്ന്. ഓണാണ്. ഓണം മറ്റന്നാൾ ഓണായി. ഓണത്തിൻ്റെ തിരക്കിലാണ് എല്ലായിടത്തും ഓട്ടവും ചാട്ടവും. ഓണം ഇപ്പോൾ ഓണം വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ കാലത്തിലേക്കാണ്. ഓണം എപ്പോഴും പഴയ കാലത്തിലേക്കാണ് നമ്മൾ ഓർമ്മ കൊണ്ടുപോവാ. പണ്ടത്തെ ആ ഒരു മാവേലി പൂക്കൾ ഇടുന്നത്, പൂ പറിക്കാൻ പോകുന്നത്. അമ്മ അത് പൂവന്റെ ഇതിന്റെ സാരീന്റെ എല്ലാം എടുത്തു വെക്കലാണ്. ഇല്ല എനിക്ക് ഓണത്തിന് പാട്ടൊന്നും അങ്ങനെ അറിയില്ല. ഓണം വന്നല്ലോ, അതാണ് ആസ്ഥാന പാട്ട്. ഓണം വരുമ്പോ ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയെടുത്തല്ലോ, ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ പന്ത് കളിക്കാനോ, സന്ധ്യ വരും മുമ്പേ നമ്മൾ പന്ത് കളിക്കണ്ടേ. ഓണം വന്നല്ലോ പാട്ടോട്. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടിയെടുത്തല്ലോ, ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടുകൂടലാണ്. വീട്ടുകൂടലേക്ക് പോകാൻ വേണ്ടി നോക്കുവാണ്. വീട്ടുകൂടലിൽ പോകണം. അതുപോലെ തന്നെ വൈകുന്നേരം മുത്തപ്പനുണ്ട്, വെള്ളാട്ടം എല്ലായിടത്തും ഉണ്ടോ? നമ്മുടെ ഈ ഭാഗത്തോട്ടേക്ക് അങ്ങനെയുണ്ട്. വീട്ടിൽ കൂടുതൽ വന്ന് വൈകുന്നേരം മുത്തപ്പൻ കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് അങ്ങോട്ടേക്കുള്ളവർക്കൊന്നും അറിയാതിരിക്കില്ല. എറണാകുളം അങ്ങോട്ടേക്ക് ഭാഗത്തുള്ളവർക്കൊന്നും അത് അത്ഭുതമാണ്. ദിവസം തന്നെ അപ്പോൾ വീട്ടിൽ കൂടി കഴിഞ്ഞ ദിവസം തന്നെ ഗൃഹപ്രവേശത്തിൻ്റെ അന്ന് തന്നെ മുത്തപ്പൻ കഴിക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിലുണ്ട്, വെള്ളാട്ടം. അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും വീട്ടിൽ കഴിക്കല്. പിന്നെ അവിടെ ഉണ്ട്, നമുക്കത് കാണാം. അതുപോലെ തന്നെ വീട്ടിൽ കൂടിയുള്ള തിരക്കും ഫുഡടിയും ഒട്ടവും ചാട്ടം എന്നാ മൈക്കെടുക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെയുള്ള പരിപാടികളായിട്ടുള്ള കുറച്ച് തിരക്കുള്ള കുറച്ച് വീഡിയോ ആണ് ഇന്നത്തെ. നമുക്ക് കുടിയലിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എന്തെല്ലോ തിരക്കിലാണ്. ഓണല്ലേ, ഓണം പൊന്നോണം
ഓണം വന്നല്ലോ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ എൻ്റെ മോൻ പാട്ട് പാടലുണ്ട്. അതേപോലെ ഇപ്പാണ് നമ്മ ഒരു റൗണ്ട് കഴിഞ്ഞു. അതെ, ഞാനിപ്പോൾ എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്. ഇന്ന് നിതീഷിൻ്റെ കുടിയലാണ്, വീട്ടിൽ കുടിയൽ. ഒരിക്കൽ അവിടെ പോകണം. അപ്പോൾ ഒന്ന് ഇതെല്ലാം വൃത്തിയാക്കി ഒന്ന് അടുപ്പിച്ചിട്ട് വെക്കണ്ടല്ലോ, ഇന്ന് ചോറ് വെക്കണ്ടല്ലോ, അതുകൊണ്ട് പോകണം. ഇന്നലെ രാത്രി ഒരിക്കൽ അവിടെ കയറിന്, വേഗം വന്നിന്. അവിടെ രാവിലെ പോയിട്ട് ഇരിക്കാൻ കഴിയില്ല, മുത്തപ്പനുണ്ടെന്ന് പറയുന്നത് കേട്ടോണ്ട് കുറച്ച് നേരം പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയില്ല. അപ്പോൾ ഞാൻ അതിലിടയ്ക്ക് ഒരു പാട്ട് പാടട്ടെ. എപ്പം പാടുന്ന ഇന്ന് മാവേലിൻ്റെ പൂവല്ലേ, ഓണം മറ്റന്നാളാണ്. എന്നാൽ മാവേലി നാടു വാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആദികൾ വ്യാധികളൊന്നുമില്ല വാലമരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പിന്നെ അടത്ത് അറന്ന് തീർന്ന് 2-3 വരിയും കൂടി ഉണ്ട് മോനെ, എനിക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് ഓണം വന്നാൽ മാവേലിൻ്റെ ഈ ഒരു ഓണത്തിൻ്റെ പാട്ട് പാടണം. ഇതെൻ്റെ പാഠമാലയിൽ പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പഠിച്ചു വെച്ചൊരു പാട്ടാണ്. അപ്പോൾ ഇന്ന് അത് പറഞ്ഞപ്പോൾ അമ്മേൻ്റെ ഒരു പാട്ടും കൂടി കേട്ടോ. വേറെ ഒരു പാട്ടുണ്ട്, അതെനിക്ക് ഇപ്പം കിട്ടുന്നില്ല, ഞാൻ ഓർമ്മിച്ച് വെക്കട്ടെ, നമുക്ക് വേണമെന്ന് പാടാം. അതെ, അങ്ങനെ കുടിയൽ പോകാൻ വേണ്ടി കഴിഞ്ഞു. കുറേ ഇതെല്ലാം ഏതാടണ്ടേ അതെടുത്ത് വെച്ച് ഇത് വെച്ച് ലാസ്റ്റ് പഴയ സാരി എടുത്ത് കൊടുത്തു. പഴയ കളക്ഷൻസ് എല്ലാം ഇപ്പൊ നല്ല വൃത്തി. അതേടെ പോകാൻ കഴിഞ്ഞാലോ എല്ലാവർക്കും ഉള്ളത് തന്നെയാണത്. പണ്ടത്തെ ചീപ്പ് കാണൂല, കണ്ണാടി കാണൂല, സാരി കാണൂല, അതിന്റെ കുപ്പായം കാണൂല, എല്ലാം ഒരുത്തിലെ വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് കാണൂല. ആ തിരക്കിന് നമുക്കൊന്നും തിരിയില്ല. ഇത് നേരത്തെ 2 ദിവസം മുന്നിലേ നമ്മൾ എടുത്തു. അപ്പൊ പോവാ മോളെ, പോയിട്ട് ഷൂട്ടിന് പിന്നെ കീയാനല്ലോ ആൾ ഉഷാറാണ്. വേഗം ചെരുപ്പിടലും പരിപാടിയും ഷൂവിൻ്റെ കൈയിട്ടില്ലേ ഷൂട്ടർക്ക് അപ്പോൾ നമ്മളങ്ങനെ ചെയ്യണം. ഒരു കരച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ ആൾറെഡി ഉണ്ട്. നേരെടുത്തേക്ക് കളിച്ചിട്ട് അങ്ങനൊന്നും എത്തിക്ക് പോയപ്പോ ആക്കില്ല. ഇതെന്തോ തട്ടിപ്പോയി അടിയിടോ, അത്രേ ഉള്ളൂ. ശരിക്കില്ലേ, മൂത്ത മോനെ ഇവനിപ്പം 10 വയസ്സായില്ലേ, 10 വയസ്സായി. അപ്പോൾ 10 വയസ്സാകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവനെല്ലാം തിരിയാനും എല്ലാം ഉള്ളതുകൊണ്ടില്ലേ, അത് നമുക്ക് ഭയങ്കര സേഫ് ആയിട്ടാ. ചെറിയ അതേ ഏജിലിനെ കുറച്ച് ചെറിയ ഗ്യാപ്പാകുമ്പോൾ എന്നാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവർക്ക് തിരിയില്ല, ഇവരങ്ങോട്ടും ഇങ്ങോട്ട് അടി ചെയ്യും. ഇവൻ ഓൻ എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നെർത്തിക്ക് അങ്ങനെ ഒരു സൈലന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതെ, ഓന് പണ്ടേ ഓന് ഇങ്ങനെയാണ്, ഒരു നനഞ്ഞിട്ടാണ്. ചേട്ടാ വരൂ 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 വരൂ. ഹായ് ഹായ്. അപ്പോൾ അങ്ങനെ നമ്മൾ നിതീഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ചെങ്ങായിമാറുണ്ട് കേട്ടോ, അതെല്ലാം ഒരു ഫോട്ടോ എടുത്ത് വന്ന് വാ നമുക്ക് അല്ലേ പൈസ. ഇത് അമ്മേൻ്റെ ചെങ്ങായി കുമാരേട്ടൻ. ഈ കുമാരേട്ടനാണ് നമ്മൾ യശോദിച്ച് കുമാരേട്ടൻ. അത് കുമാരേട്ടൻ വിചാരിക്കറ് ഇത് ആ കുമാരേട്ടനെ അല്ല. ആ കുമാരേട്ടൻ പാവ, അത് ഈ കുമാരേട്ടൻ പാവല്ല അല്ലേ പറയട്ടാ. കുമാരേട്ടൻ അമ്മേൻ്റെ ചെങ്ങായിയാണ്. 1ാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ? എത്രാം ക്ലാസ് മുതൽ അമ്മ പഠിച്ച? 1 മുതൽ 5 വരെ പഠിച്ചെന്ന് അറിയില്ല, സ്കൂൾ പോയത്. അടക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ കങ്ങിന്റെ കയ്യിൽ പോയിട്ട് അടക്കമായിരുന്നു. ഇവര് പരിപാടിയൊക്കെ പണ്ട് നമ്മള് വയലിൽ നിന്ന് എടുക്കാമല്ലോ സ്കൂള്. അപ്പോൾ ഇങ്ങനെ അല്ലേ ഉച്ചക്കെല്ലാം മുറുക്കിയിട്ട് കുമാരേട്ടൻ നമ്മളായിട്ട് നല്ല ബന്ധമാണ്. കഥയെല്ലാം പറഞ്ഞു തരും പണ്ടത്തെ. ഭയങ്കര വീണ്ടും ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു അതിന്റെ, അതുകൊണ്ട് കണ്ടില്ല അല്ലേ. അപ്പോൾ നാട്ടിലെല്ലാവരും ഹായ് 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 ഹായ്. കവി കുട്ടികളെ കണ്ട കണ്ണി ഇങ്ങനെ ഇങ്ങനെ കണ്ണ് പറഞ്ഞോടിക്കില്ല മളെ, എന്തെല്ലോ പറയില്ലേ. അതെ, അങ്ങനെ അമ്മയാണ്. കയറി വരുമ്പോൾ തന്നെ സ്ഥലത്താട്ടോ ഫുഡുള്ള ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ആദ്യം കാണിച്ചിന്. ബിബി
ബിരിയാണി കണ്ടിട്ട് നോക്കുന്നത്. ഇനി കുറേ പൂവലന്മാരെല്ലാം കാണാം. പൂവലന്മാരുണ്ടാവും ഏത് കുടിയലിൻ്റെ ആയാലും കല്യാണത്തിൻ്റെ ആയാലും വീട്ടിൽ. അതിൽപ്പെട്ട ആൾക്കാരെല്ലാം ഇടില്ലേ കാണിച്ചു തരാം. വേണ്ട വീടിലുണ്ടാവും ടീം വേണ്ട. എന്താണ് ഏരിയ ഇത് ഏരിയ ബിരിയാണല്ല. നീ ആ നെഗറ്റീവ് വന്നിട്ടുണ്ടാവല്ലേ, പിന്നെ ഞാൻ പരുത്തി ഇറക്കില്ല. അപ്പോൾ കഴിച്ചില്ല എന്തിന് നീ പറഞ്ഞോണ്ട് രാത്രി എത്ര മണിക്കാ പോയി? ഓ മഞ്ഞ് ഓ ഇങ്ങളല്ലോ. ഞാൻ നീല, ഈ ഇതിന്റെ കളർ നീല. എല്ലാരും ഉണ്ട്, ടീംസ് എല്ലാം ഉണ്ട് ഇടാ. വീണേ ഹായ്, വീഡിയോ കാണുന്നുണ്ടാ? മിതു വിൻ വിജയിച്ചല്ലേ? എല്ലാരും ഉണ്ടായിട്ട് നമ്മളെ ചങ്ങായിമാരിലാണ് പഴയ വീട്ടിനടിക്കാണ് ചോറ് കൊടുക്കുന്നത്. സത്തരക്ക എന്തോ പരിപാടി ഉണ്ട് ഇത് എന്തോ പൂർണ്ണം. നമ്മളെ നാട്ടുകാർ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറേ പേരെ കാണാനുണ്ട്. വന്നമാട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തെടുത്ത് വെക്കലാണ്. വീഡിയോ കൊടുക്കാൻ വേണ്ടി വേഗത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ അതെ അതെ അതെ, കുമാരോട് ഞാൻ കൂടി ഒരു തോണി യാത്ര നടത്തിനെ. അതിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് പണ്ടത്തെ. അതിന്റെ കഥയാ പറയുന്നേട്ടാ, പഴയൊന്നും പറയണ്ട. അമ്മേന്റെ ചങ്ങായി ആയിട്ടാ, അമ്മേന്റെ ചങ്ങായിയാണ്. നമ്മളിപ്പോ അടുത്തൊരു ദിവസം കഴിഞ്ഞിട്ടില്ലേനോ അല്ലേ? ഒരുമിച്ചുണ്ടായിട്ടില്ലേ? 5-6 മാസമായി വീട്ടിലെ കുടിയലിന്. ആരും മിസ്സാൻ പാടില്ല, ആരും ഒയ്യാൻ പാടില്ല. ഈ കുടിയിൽ വന്നവരെല്ലാം എടുക്കുന്നുണ്ട്. വാ ഇല്ല, നിതീഷ് പ്രത്യേകം പറഞ്ഞത് കല്യാണ വീഡിയോ അല്ലേ എല്ലാവരും എടുക്കണം എന്ന് പറഞ്ഞു. അല്ലടാ കുടിയലിന്റെ വീഡിയോ ആണേ, ഫുൾ എല്ലാവരും കാണിക്കാൻ പറഞ്ഞു. നിതീഷ് ആരും 500 പ്രത്യേകം പറഞ്ഞു. നിതീഷ് എല്ലാവരും എടുക്കുന്നുണ്ട്, ആരും വിട്ടില്ല. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ കുടിയിൽ വരുന്ന എല്ലാവരും എടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഒന്നും നോക്കുന്നില്ല, എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും എടുക്കണം, ഒരാളെ വിട്ടു പോറേ. ഇല്ല ഇല്ല ഇല്ല, ഇത് അടിപൊളിയാ. ഇതൊക്കെ മുൻകൂട്ടി കിട്ടുന്നുണ്ട്. പുതിയ വീടെല്ലാം ഇല്ലല്ലേ? ഒരു ചേഞ്ച്. അപ്പോ നീ തിരക്കല്ലേ, നടക്കട്ടെ. നീ നേരം മീനെന്ന് പറയണ്ട കേട്ടാ. വാ, ഇപ്പൊ പുതിയ വീട് ഇന്നെല്ലാം ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പഴയ വീടിൻ്റെ അടിക്കാണ് ഒരു പരിപാടിയല്ല കേട്ടാ. ഹായ് ഹായ്, ഇവിടെ ആളുണ്ട് കേട്ടാ. ഇല്ലല്ല, നമ്മൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. മൊത്തത്തിനുണ്ട് വൈകുന്നേരം. തടി ഇപ്പൊ തടിപ്പിക്കാനും മെലിയിക്കാനും പണിയില്ലേ? അടിയന്റെ മോളെ എപ്പോഴും ഇത് വെച്ചാണല്ലോ നിന്റെ അങ്ങ് ചോറ്. ഓ ആയിക്കോട്ടെ, ചോദിച്ചു പറഞ്ഞേ. നിങ്ങളെ നാട്ടിലെന്ന് അതുകൊണ്ട് വാടക എടുക്കാം, അതെല്ലാം എടുക്കാം, അതെല്ലാം എടുക്കാം, അതെല്ലാം എടുക്കാം. ഹായ് ഹായ് ഹായ്, അച്ഛൻ ഒന്ന് ഉള്ളിൽ കയറിട്ടെ. വാ, സത്താർക്ക് കാണിച്ചു കൊടുക്കണ്ടേ അവർക്ക്? എന്തോ ഇടപാടില്ല കേട്ടാ. ഇവന് ഒരു ധാരണയുണ്ടേ, ഇവൻ വിളിക്കുമ്പോൾ വരും. വിളിക്കടാ, അച്ഛൻ്റെ അച്ഛൻ്റെ കുട്ടീനെ വിളിക്കടാ. അങ്ങനെ ഉണ്ട, നീ വിളിക്കടാ. ഒന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ എനിക്ക്. നിർബന്ധിച്ചിട്ട് വാ പോവാ. എൻ്റെ കൈശം കൊടുത്ത് തന്നെയാണ്, ഒന്നും തിരിച്ചില്ല. വാ, ആടെ കിട്ടില്ല. അല്ല പിന്നെ ഒരു ടാറ്റാ. ഇല്ലൊരു മിനിറ്റ്, 10 മിനിറ്റ് 10. നിതീഷിൻ്റെ അമ്മയത്. ഹായ് ഹായ്, ഇവിടെ മുഴുവൻ ഇന്നലെ കാണിച്ചു തരും. ആ ഇന്നലെ വന്നിട്ട് വീഡിയോ ഉണ്ടോ അല്ലേ? ഓ അതി ആ ആ ഹാ ചേട്ടാ. നിതീഷ് അപ്പുറത്തെ ഉള്ളത്, ഇപ്പം ഇവിടുന്ന് പോയത് അങ്ങോട്ട്. ആ അപ്പുറമുണ്ട്, അപ്പുറമുണ്ട്. കുടികളിന് മുമ്പേ നമ്മൾ വീട് കാണിച്ചിരുന്നു. എന്നാലും ഒന്ന് ഓടി കാണിക്കാം. അപ്പോൾ മതി. സെൻട്രാള് ഹൈ പക്ഷേ നമ്മൾ രാവിലെ വന്ന് കണ്ടിട്ട് പോയതാണ്. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, പ്രിൻസ് അടിപൊളി ഒരു പച്ച സാരിയിൽ കൊടുത്തു. എനിക്ക് എങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല.
പോലെയാ പോലെയല്ലേ ഓ ഏത് സദ്യക്കും മുന്നിൽ പറയുന്നത് കാരയപ്പവും കൊയരയപ്പമാണ്. പിന്നെ സദ്യയുടെ കൂട്ടത്തിലെ പ്രഥമനും അടപ്രഥമനും നമ്മളെ നാട്ടില് എവിടെ പോയാലും ആദ്യം തന്നെ ഇപ്പൊ ആൾക്കാർ തിന്നലെല്ലാം കുറവാണ്. എന്നാലും ഇതാണ് പേടി കേട്ട സാധനം. അപ്പം കൈന കാര്യപ്പം അങ്ങനെ കാര്യപ്പം എന്ന് പറയില്ല ചില സ്ഥലത്ത് ഉണ്ണിയപ്പം അങ്ങനെ പറയും. പ്രിയങ്ക വരച്ചതാണ് ഈ ഫോട്ടോ. ആർട്ടിസ്റ്റാണ്, കുറേ ഫോട്ടോ വരച്ചിട്ടുണ്ട്. ഇതുപോലത്തെ നമ്മളൊരു ഫോട്ടോ വരച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അൻ്റെ. അപ്പം അടുത്ത് തന്നെ നമ്മളത് പ്രതീക്ഷിക്കുന്നത് സെറ്റല്ലേ. നമ്മൾ വീഡിയോയുടെ പണിയും കൊടുത്തു. വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എന്തായാലും കൊണ്ട് തന്നെ നന്നായിട്ട് വരക്കും കേട്ടോ. ഞാൻ വീട്ടിൽ വന്നേരം കുറേ വരകൾ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് ഇവൻ്റെ വീട്ടിൽ പോയാലും കണ്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാവരും ആശംസകളും. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ആ ഒരു പെയിൻറ്റിങ് ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്ത് വരും വലിയ പൈസ വരില്ല ഇനി അല്ലേ. ഇതിൻ്റെ ആ ഒരു ക്യാൻവാസിൽ വരുമ്പോൾ വലിയ പൈസ വരും. അങ്ങനെ അപ്പൊ ഇവിടെ നടക്കുന്ന ബ്ലോഗും ആഹാ വീടിനെ അടിച്ചോക്കട്ടെ അടിപൊളി. ഇത് നീയാത് സന്തോഷാത്മം ഫാമിലിയാണ് ചെന്നൈ പരിപാടിയിൽ. അതുപോലെ തന്നെ വിജയാട്ടൻ നമ്മളെ നമ്മളെ അടുത്ത അയൽവക്കമല്ലാണ് വിജയാട്ടനാണ് മുത്തപ്പൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ മുത്തപ്പൻ ഇറങ്ങും. നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. പപ്പാട്ടൻ നമ്മളെ സ്വന്തം പപ്പാട്ടനാണ് നമ്മുടെ നാട്ടിലുള്ള തെയ്യങ്ങൾ കെട്ടുന്നത്. നമ്മൾ ലാസ്റ്റ് കൂർമ്മക്കാവിൽ നമ്മൾ കണ്ടാരണം വെച്ചത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. ഏതെല്ലാം പപ്പാട്ടൻ ഏതെല്ലാം ഏകദേശം കെട്ടുന്നതാണ്? ഞാൻ കണ്ടാരണം, ബസൂരിമാല, പൊട്ടൻ തെയ്യം, ശാസ്തപ്പൻ, ഉച്ചിട്ട ഭഗവതി, കരുവാള്, പിന്നെ ബസൂരിമാല, ഗുളികൻ. എൻ്റെ മെയിൻ തെയ്യം കണ്ടാരണം ഗുളികനാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊക്കെ നമ്മളെ ആചാര വഴികളായ കർമ്മങ്ങളെല്ലാം ചെയ്യലുണ്ട്. അങ്ങനെ ഒരു ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോ കുറച്ച് കൊല്ലായിട്ട് അങ്ങോട്ടേക്ക് വരലേ ഇല്ല. കാർത്തികമേല എനിക്ക് നല്ലോണം ഫുഡ് തമ്മിൽ തന്നെ വളർത്തിയ ആളാണ്. എൻ്റെ അപ്പനും അമ്മയെല്ലാം നല്ലോണം വേളം പാട്ടിനെല്ലാം പിന്നെ എല്ലാ കർമ്മങ്ങളിലും പിന്നെ ഒന്നൊഴിയാണ്ട് വെള്ളേരി എല്ലാം നമ്മളെ ഉഞ്ഞും വെക്കാന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അന്ന് ഇവരമ്മ പിന്നെ വലിയൊരു സംഭവമാണ് എൻ്റെ ജന്മൻ്റെ അല്ലേ. അപ്പോൾ അങ്ങനെയല്ലേ ആയിരുന്നു. ഇന്ന് വയൻ ലെവലിലായിരുന്നെങ്കിൽ അത് ആ പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇവർ കഷ്ടപ്പെട്ടതിന്റെ പുണ്യം ദൈവം അനുഗ്രഹിച്ചു കൊടുത്തോണ്ടില്ല. നന്ദി, നമസ്കാരം. ഞാൻ ചോന്നമക്കോട്ടത്തെ തെയ്യത്തിന് ആടെ എത്തുമ്പോൾ ഞാനെപ്പോൾ അമ്മേനെ വിചാരിച്ചു. ഞാനെപ്പോൾ പറയാം, എൻ്റെ മക്കൾ മാത്രമല്ല മോനെ നിങ്ങൾ എന്നാ പറയാ, നമ്മളല്ല ഇല്ലായ്മയിലും വല്ലായ്മയിലും വളർന്ന ആളാണ്. മക്കള് മാത്രമല്ല എന്റെ കൂടി മക്കളാണ് എല്ലാരും. അതേ മോനെ പപ്പാട്ടിനെ കാണുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ തെയ്യത്തിൻ്റെ സ്ഥലത്ത് പോയാലും അനുഗ്രഹം തരലും അങ്ങനെ നമ്മളെ തെയ്യം കിട്ടുന്നവരെല്ലാം നമ്മളെ ഒരു കാണുമ്പോൾ നമുക്കൊരു അങ്ങനെയാട്ടോ. നമ്മളെ നാട്ടിലുള്ള ഒരു ഇതാണ്. കണ്ണൂർ എങ്ങോട്ട് പോകാത്തല്ല തെയ്യങ്ങളില്ല. അപ്പോൾ നമ്മൾ തെയ്യം കെട്ടുന്നവരോടും നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ പപ്പാട്ടിന് ചെറുപ്പം മുതലുള്ള ബന്ധമാണ്. നല്ല മഴക്കാറുണ്ടായിട്ടില്ല ഞാൻ വരുമ്പോൾ, അതുകൊണ്ട് അച്ഛനും അമ്മ ശാന്തിച്ചും കൂടി വന്നു നമ്മളൊപ്പരം. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാണ്. നല്ല കേട്ടാ. ഇതിപ്പം മാറ്റുമ്പോൾ കണ്ടേ നിരീക്ഷ ചങ്ങായിമാറാണ് സാറ്. എല്ലാവരും
അങ്ങോട്ട് പോകുമ്പോൾ ചിരിച്ച് കളിച്ച് പോയതാണ്, ഉറങ്ങിപ്പോയി. ഇങ്ങോട്ട് വരുമ്പോ ക്ഷീണം പിടിച്ചേട്ടാ തിന്നിട്ട്. ബിരിയാണി അല്ലേ, ആ ബിരിയാണി തിന്നാ പറഞ്ഞ പറയണ്ട. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അടി കൊണ്ട് പോലെയാ. ഒരു കിടന്ന് വന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്താലേ സമാധാനം. കവി ഇന്ന ഈ മഞ്ഞതിൻ്റെ അടുത്ത് നല്ല രസമുണ്ട് ഇത് പഴയതാ ചേട്ടാ. അത് മനസ്സിലായില്ല, രസമുണ്ട് പറയാൻ പഴയതിൻ്റെ ഇങ്ങനെ സമ്മതിച്ചിട്ട് നടക്കുന്നത്.